തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ലക്ഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഒരു അങ്ങനെ പൊട്ടിത്തെറിക്കലും ഞങ്ങളുടെ വേദിയുടെ തൊട്ട് പുറകെ വാട്ടർ ക്യാനനെ അങ്ങനെ അടിക്കുന്നു. കേൾക്കുന്നവരെല്ലാവരും അങ്ങനെ പുറകെ പോകുന്നു. ഞങ്ങളെല്ലാവരും കണ്ണിലും മൂക്കിലും ലങ്സിലും ഒക്കെ ഭയങ്കര എരിയൽ തുടങ്ങുന്നു. അപ്പോൾ അതോടെ ഈ വേദിയിൽ നടക്കുന്നതൊക്കെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ഞാൻ കേട്ടത് പലവരും ഭയങ്കര ദുഃഖം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചിട്ട് 18 ടിയർ ഗ്യാസ് ഷെൽ അടിച്ചു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ DGP പോലീസിനെ വിളിച്ചിട്ട് ഒരു വട്ടം പറഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്താണ് ഇത് ചെയ്തത്? ഒരു പ്രോവക്കേഷനും ഉണ്ടാവാതെ. പിന്നെ പോലീസ് നിയമപ്രകാരം അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാനുണ്ടായിരുന്ന മെഗഫോൺ വഴിക്ക് അതൊന്നും ചെയ്തില്ല. കാരണം പ്രോവക്കേഷൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെ വാർണിംഗ് കൊടുക്കും? ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അറ്റാക്കായിരുന്നു. നമ്മുടെ രാജ്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരു പെരുമാറ്റമാണ് പോലീസുകാരുടെ. ഞാനത് DGPയോട് പറഞ്ഞു. അദ്ദേഹം ഒരു അന്വേഷണം ചെയ്യാവുന്ന വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ അന്വേഷണം എപ്പോൾ എടുക്കും, എന്തായിരിക്കും കാരണം നോക്കി നിങ്ങൾ തന്നെ മാധ്യമക്കാരെ കണ്ടുപിടിച്ചോളൂ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്താ നമ്മൾ കണ്ടിരിക്കുന്നത്? ഇപ്പോൾ രമേശ് ചെന്നിത്തല